ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്, ഇത് നിങ്ങളുടെ റോൺസർ. ഇവിടെ ടെക്നോളജി വിശ്വസിക്കുന്നതിന് പുറമെ നിരീക്ഷിക്കപ്പെടും. ആന്ത്രോപ്പിക്കും പെൻറ്റഗണും തമ്മിലുള്ള കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തു. ഓപ്പൺ എയും പെൻറ്റഗണും ആയിട്ടുള്ള ന്യൂ കോൺട്രാക്റ്റ് സൈൻ ചെയ്യപ്പെട്ടു. ഇത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ആന്ത്രോപ്പിക്ക് പെൻറ്റഗണുമായിട്ടുള്ള കോൺട്രാക്റ്റിൽ ഇഷ്യൂ വന്നതെന്നുള്ളത് രണ്ട് മെയിൻ റീസണിലാണ് ഇഷ്യൂ വന്നിരിക്കുന്നത്. ഒന്ന്, ആന്ത്രോപ്പിക്ക് പറഞ്ഞു മാസ് സർവൈലൻസ് നടക്കൂല എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് ഫുള്ളി ഓട്ടോണോമസ് ആയിട്ടുള്ള വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കില്ല എന്നുള്ള കാര്യവും പറഞ്ഞു മിലിറ്ററിനോട്, US മിലിറ്ററിനോട്. അപ്പം ഇതിൻ്റെ ഒരു നമുക്ക് എപ്പോഴും അറിയാം, ആന്ത്രോപ്പിക് എന്ന് പറയുന്ന ഒരു കമ്പനി എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത് സേഫ്റ്റിയുടെ സൈഡിൽ തന്നെയാണ്. ഈ ആന്ത്രോപ്പിക് എന്ന് പറഞ്ഞ ഒരു കമ്പനി നിലവിൽ വരാൻ തന്നെ കാരണം ഓപ്പൺ എയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാരിയോ അമോദി, അവർ തമ്മിൽ ഈ ഓപ്പൺ എയിൽ നിന്ന സമയത്ത് അവർ തമ്മിലൊരു സേഫ്റ്റി ഇഷ്യൂ, അതായത് അവർക്ക് വേണ്ടത്, ഓപ്പൺ എയ്ക്ക് വേണ്ടത് ഏറ്റവും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുക, ഡാരിയോ അമോദിക്ക് വേണ്ടത് അത് ഏറ്റവും സേഫ്റ്റി ആയിട്ട് എഐനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഡിസിഷനിൽ ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായത്. അതിനെ തുടർന്ന് അതിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് വേറൊരു ആന്ത്രോപ്പിക് എന്ന് പറഞ്ഞൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. കൂടാതെ അവിടെ പുള്ളിക്കാരൻ്റെ ടീമിൽ വർക്ക് ചെയ്ത കുറച്ച് പേരും ആന്ത്രോപ്പിക്കിലേക്ക് പോയി. ഇങ്ങനെയാണ് ഈ കമ്പനി തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും സേഫ്റ്റിയുടെ കാര്യത്തിൽ ആന്ത്രോപ്പിക്ക് എത്ര ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഈ സേഫ്റ്റിയുടെ ഒരു ഇഷ്യൂവിലാണ് ഇവർ തമ്മിൽ, പെൻറ്റഗണും ആന്ത്രോപ്പിക്കും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഈ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവർ ഒരു 3 ദിവസത്തെ പ്രഷർ ആന്ത്രോപ്പിക്കിൻ്റെ നേരെ ഉണ്ടായി. ഈ വാറിൻ്റെ സമയത്ത് വാറിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആന്ത്രോപ്പിക്ക് പറഞ്ഞു ഓട്ടോണോമസ് ആയിട്ടുള്ളൊരു വെപ്പൺ ഉണ്ടാക്കാനുള്ള ഒരു സ്റ്റേജ് അവരുടെ എയ്ക്ക് വന്നിട്ടില്ല. പുള്ളിക്കാരൻ അത് ഓപ്പണായിട്ട് പറഞ്ഞു. കാരണം അത് ഇപ്പം അതിനുള്ളൊരു സ്റ്റേജ് അല്ല. ഇവർ ഈ ആന്ത്രോപ്പിക്കിനെ കൺസിഡർ ചെയ്യാൻ തന്നെ പ്രധാന ഒരു കാരണം, US മിലിറ്ററി കൺസിഡർ ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഒന്ന്, അവർ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും ടോപ്പ് ലെവലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. ഒന്ന്, ഇവരെ കൺസിഡർ ചെയ്യാനുള്ള മെയിൻ കാരണങ്ങളിലൊന്ന്. മറ്റുള്ള ഓപ്പളയിലോ ബാക്കിയുള്ളതിനോ ഒന്നും കൺസിഡർ ചെയ്യാതെ ഇവരെ കൺസിഡർ ചെയ്യാനുള്ള കാരണം. അപ്പം ആന്ത്രോപ്പിക്കിൻ്റെ CEO തന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞങ്ങളെപ്പോഴും കൺട്രിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലാസിഫൈഡ് ആയിട്ട് ആന്ത്രോപ്പിക്കിനെ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഈ സെക്യൂരിറ്റിനെ ത്രെട്ടൺ ചെയ്യുന്ന രീതിയിലുള്ള ഇഷ്യൂസ് അവിടെ ക്രിയേറ്റ് ആയതുകൊണ്ടാണ് അത് അവർ പറയുന്ന അവർക്ക് ഇതൊന്നും നോക്കാതെ ഫുള്ളി അതോറിറ്റി, സെക്യൂരിറ്റി ഇത് നോക്കാതെ ഫുള്ളി അതോറിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞു. അത് ആന്ത്രോപ്പിക്ക് നിഷേധിക്കുകയും ചെയ്തു. അങ്ങനെ ഇവരുടെ എഗ്രിമെൻറ്റ് ക്യാൻസലായി. നേരെ അത് പോയത് അവരുടെ കോമ്പറ്റീറ്റർ കമ്പനിയായ ഓപ്പൺ എഐ, നമുക്കറിയാം ChatGPTയുടെ അതിലേക്ക് പോയി. അവർ തമ്മിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ഈ എഗ്രിമെൻറ്റ് നമ്മൾ ഇതിൻ്റെ മുന്നേ കേട്ടിട്ടുണ്ട്, ഓപ്പൺ എഐ മിലിറ്ററി യൂസിന് വേണ്ടി ഓപ്പൺ എഐ ഒരിക്കലും ഉപയോഗിക്കില്ല എന്നുള്ളത് അവരവരുടെ വെബ്സൈറ്റിലും അവരുടെ പോളിസിയിലൊക്കെ കൊടുത്തിട്ടുള്ള കാര്യമാണ്. അതാണ് നേരെ തകിടം മറിഞ്ഞ് ഇവർ തമ്മിൽ സൈൻ ചെയ്ത് അവർ പിന്നെ അവരുടെ പോളിസി ചെയ്ത് ന്യൂ അമെൻമെൻ്റ് ആക്കി പുതിയ പോളിസി നിലവിൽ വന്നത്. അപ്പം ഇതൊക്കെ നമ്മുടെ മുന്നിൽ ചിന്തിപ്പിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഫ്യൂച്ചറിൽ നമ്മൾ കരുതുന്ന പോലെ തന്നെ എഐ കൊണ്ടായിരിക്കും കൂടുതൽ വാസം ഉണ്ടാകുക. അപ്പം
എഐനെ ആര് നിയന്ത്രിക്കും? ഗവൺമെൻറ് ആണോ അതോ എഐ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജിക്കൽ ഫേം ആണോ ഇതിനെ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യചിഹ്നം അവിടെ വരികയാണല്ലേ ഈ ഇഷ്യൂ കൂടെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഫ്യൂച്ചറിൽ. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരാളെ കൊല്ലാൻ, അതായത് വാറിലൊക്കെ ഒരാളെ കൊല്ലാനായിട്ട് എഐ തന്നെ ഡിസൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേജ്, അത് പലപ്പോഴും വലിയൊരു ത്രെട്ട് തന്നെയാണ് ലോകത്തിൻ്റെ മുന്നിൽ വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആന്ത്രോപ്പിക്ക് അതിന് നോ പറഞ്ഞിട്ടുള്ളത്. അത്രമാത്രം ഡെവലപ്പായിട്ടില്ല. എപ്പോഴും ഒരു ഹ്യൂമൻ ഡിസിഷൻ്റെ പുറത്ത് തന്നെ വെപ്പൺസിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും എഐനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹ്യൂമൻ ആയിരിക്കണം. എന്നാലേ ഫ്യൂച്ചറിൽ അത് മനുഷ്യർക്കൊന്നും ത്രെട്ടല്ലാത്ത രീതിയിലൊരു സംഭവങ്ങൾ വരുള്ളൂ. അപ്പം ഇത് ഓപ്പണായി ഇങ്ങനൊരു തീരുമാനമെടുത്ത് അവർ തമ്മിലൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതിനെ തുടർന്ന് 1.5 മില്യൺ യൂസേഴ്സാണ് അവർക്ക് 48 ഹവേഴ്സിനുള്ളിൽ ഡ്രോപ്പായത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് എത്രമാത്രം ആൾക്കാരിലൊക്കെ ഒരു പേടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഓപ്പണയുടെ CEO സാം ആൾട്ട്മാൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കലും മാസ് സർവൈലൻസിന് വേണ്ടി ഇതിനെ യൂസ് ചെയ്യില്ല, പിന്നെ ഫുള്ളി ഓട്ടോണമസ് ആയിട്ടുള്ള വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യില്ല, ഹ്യൂമൻ ഡിസിഷൻ ഇതിലുണ്ടാവും, ഹ്യൂമൻ ഡിസിഷൻ ബേസ് ചെയ്തിട്ടുള്ള വെപ്പൺസ് അവർ ഡെവലപ്പ് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ലീഗലി ബൈൻഡിങ് ആയിട്ട് വന്നിട്ടില്ല. ഫ്യൂച്ചറിൽ ചിലപ്പോൾ വരാം, താമസിയാതെ തന്നെ വരാതിരിക്കാം. അപ്പം ഇനി വരികയാണെങ്കിൽ തന്നെ നമ്മളെ ഒക്കെ ചിന്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക, ഈ രണ്ട് കാര്യമാണ് ആന്ത്രോപ്പിക്കും US മിലിറ്ററിയും തമ്മിലുള്ള മെയിൻ കോൺട്രാക്റ്റ് തെറ്റിക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ടായത്. പക്ഷേ ഓപ്പൺ എയുടെ CEO പറയുന്നു ഇത് രണ്ടും ഞങ്ങൾ എഗ്രി ചെയ്യാതെയാണ് പുതിയ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതൊക്കെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. ഇതിൻ്റെ ഉൾക്കളികൾ എങ്ങനെയാണെന്നുള്ള. ഫ്യൂച്ചറിൽ എന്തായാലും ഇനി AI കൊണ്ടുള്ള വാസായിരിക്കും കൂടുതൽ. ഡ്രോൺസും AI ഡ്രോൺസ് ഫുള്ളി കൺട്രോൾ ചെയ്യുകയും ഫുള്ളി സർവേലൻസ് AI ഡ്രോൺസിൻ്റെ വീഡിയോനെ അനലൈസ് ചെയ്യുന്നൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം. കാരണം മനുഷ്യരാണെങ്കിൽ അതിനൊക്കെ ടൈം എടുക്കും, AI അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് നടക്കും. അപ്പം ഏറ്റവും കൂടുതൽ US-ഉം ചൈനയും റഷ്യയാണ് ഈ AI-നെ മിലിറ്ററിയിലേക്ക് കൊണ്ടുവരാനുള്ള പിന്നെ റിസർച്ചുകളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പോൾ താമസിയാതെ ഒരു കൺട്രി അത് പിന്നെ ആക്റ്റീവായി തുടങ്ങുമ്പോൾ ബാക്കിയുള്ള കൺട്രിക്കാരും അത് ഫോളോ ചെയ്യാൻ നിർബന്ധിതരാകും. അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ് എത്രമാത്രമൊക്കെ നമ്മുടെ പ്രൈവസി. അപ്പോൾ മാസ് സർവൈലൻസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ പ്രൈവസി ഒക്കെ എല്ലാ ആൾക്കാരെയും നിരീക്ഷിക്കുന്നതിനോട് നമ്മുടെ പ്രൈവസിയൊക്കെ അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതൊന്നും ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതുകൂടാതെ തന്നെ ഫുള്ളി ഓട്ടോണമസ് ആയിട്ടുള്ള വെപ്പണും ഏറ്റവും ഹ്യൂമൻസിന് ഏറ്റവും ത്രെട്ട് ഉണ്ടാകുന്നൊരു സംഭവമാണ്. ബയോവാർ പോലെയുള്ള കാര്യം ഫ്യൂച്ചറിൽ AI ഡിസൈഡ് ചെയ്ത് ഭയങ്കര രൂക്ഷമായ പ്രശ്നത്തിലേക്കാണ് ലോകം പോകാൻ പോകുന്നത്. അപ്പം ഈ ഓരോരുത്തർ ഇപ്പോൾ നമ്മുടെ വലിയ തിങ്കേഴ്സൊക്കെ ഗൂഗിളുടെ ഒക്കെ മുൻ സെക്യൂരിറ്റി വിങ്ങിൽ വർക്ക് ചെയ്തവരൊക്കെ ഇതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഫ്യൂച്ചറിൽ AI കാരണം മനുഷ്യർക്ക് ത്രെട്ട് ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെയാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?